Hello friends, welcome back to physics class. Alternating current എന്ന ചാപ്റ്ററിലെ LCR സർക്യൂട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഒരു സീരീസ് LCR സർക്യൂട്ടിന് അക്രോസ് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് I is equal to Im sin omega t plus phi എന്നായിരുന്നു. അവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് Im is equal to Vm by Z, where Z is impedance of that circuit. ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. വോൾട്ടേജിനും കറണ്ടിനും ഇടയിൽ അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈ. ആ ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ വരുന്നത് ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ. ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സീരീസ് LCR സർക്യൂട്ട്, ദാറ്റ് ഈസ് റെസൊനൻസ്. റെസൊനൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. ഒരു ഓസിലേറ്റിംഗ് ടെൻഡൻസിയുള്ള ഏതൊരു സിസ്റ്റവും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ് റെസൊനൻസ്. ഒരു സിസ്റ്റം അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്മേൽ ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഈ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ഈ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലായി വരുന്ന സമയത്ത് ആ സിസ്റ്റം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് റെസൊനൻസ്. റെസൊനൻസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് എ ചൈൽഡ് ഓൺ എ സ്വിങ്. ഈ ചിത്രത്തിൽ ഫസ്റ്റ് സ്വിങ്ങിലിരിക്കുന്ന ആ കുട്ടി അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും എക്സേർട്ട് ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ആ സ്വിങ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് പിക്ചർ നോക്കുക. അവിടെ ആ കുട്ടി ഒരു പീരിയോഡിക് ഫോഴ്സ് ആ സ്വിങ്ങിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ അപ്ലൈ ചെയ്യുന്ന ആ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഈ സ്വിങ്ങിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വരുന്നത് കൊണ്ട് ആ സ്വിങ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ കണ്ടത് ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഓസിലേഷനാണ്, റെസൊനൻസ് ആണ്. ഇതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്താലും അവിടെയും ഓസിലേഷൻസ് ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സീരീസ് LCR സർക്യൂട്ട്, ആ സീരീസ് LCR സർക്യൂട്ടിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അതേസമയം ഒരു ഇൻഡക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഈ എനർജി കപ്പാസിറ്ററിൽ നിന്ന് ഇൻഡക്ടറിലേക്കും അതുപോലെ ഇൻഡക്ടറിൽ നിന്ന് തിരിച്ച് കപ്പാസിറ്ററിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദിസ് ട്രാൻസ്ഫർ ഓഫ് എനർജി പ്രൊഡ്യൂസസ് ഓസിലേഷൻ. അങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഓസിലേഷൻസ് ഉണ്ടാകുന്നത്. ഈ ഓസിലേഷൻസിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ LCR സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും രണ്ടും മാച്ചിങ് ആയി വരുന്ന സമയത്ത് അവിടെ റെസൊനൻസ് സംഭവിക്കുന്നു. അങ്ങനെ റെസൊനൻസ് സംഭവിക്കുമ്പോൾ മാക്സിമം കറണ്ട് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൽ റെസൊനൻസ് ടൈമിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ റെസൊനൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ മാക്സിമം ആയിരിക്കും. റെസൊനൻസ് കണ്ടീഷനിൽ ഒരു LCR സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു സീരീസ് LCR സർക്യൂട്ടിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് നമുക്ക് ലഭിച്ചത് Im is equal to Vm by Z എന്നാണ്. ആ ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആണ്, പീക്ക് കറണ്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവണമെങ്കിൽ ഈ സെഡിൻ്റെ വാല്യൂ മിനിമം ആവണം. സെഡ് മിനിമം ആയാൽ Im മാക്സിമം വരും. സെഡിൻ്റെ ഇക്വേഷൻ അറിയാം, സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ്. അതിൽ എക്സ് എന്നത് 1/ωc, ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. ആൻഡ് XL ഇസ് ഈക്വൽ ടു ωL, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫ്രീക്വൻസി വാരി ചെയ്യുന്നതിനനുസരിച്ച് XC/XL വാല്യൂസ് ചേഞ്ച് ചെയ്താൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വരുന്ന സമയത്ത് XCയും XLും നമുക്ക് ഈക്വലായി എടുക്കാം. അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ XCയും XLും വാല്യൂസ് ഈക്വൽ ആയാൽ XC മൈനസ് XL എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് 0 ആയി തീരും. ദെൻ Z ഇസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ, ദാറ്റ് ഈസ് Z ഇസ് ഈക്വൽ ടു R എന്ന് കിട്ടും. അതായത് ഇംപിഡൻസ് മിനിമം ആയി നമുക്ക് കിട്ടും. സോ ദ കണ്ടീഷൻ ഫോർ റെസൊനൻസ് നമുക്ക് ഇപ്രകാരം പറയാം, XC is equal to XL. That is capacitive reactance is equal to inductive reactance. ആ സമയത്ത് Z കിട്ടിയത് Z is equal to root R square മാത്രമേ വരുന്നുള്ളൂ. That is Z is equal to R. Impedance is
മിനിമം. ഇപ്പോൾ റെസൊനൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇംപിഡൻസ് മിനിമം നമുക്ക് കിട്ടി. അപ്പോൾ ആ സമയത്തെ കറണ്ടിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് IM is equal to VM/Z ആണ്. ഇവിടെ Z റെസൊനൻസ് കണ്ടീഷനിൽ Z is equal to R എന്ന് നമുക്ക് കിട്ടി. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അറ്റ് റെസൊനൻസ് IM is equal to VM/R എന്ന് കിട്ടും. അപ്പോൾ ഇത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം അറ്റ് റെസൊനൻസ്. ഈ റെസൊനൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് റെസൊനൻ്റ് ഫ്രീക്വൻസി നമുക്ക് ഡിറൈവ് ചെയ്യാം. റെസൊനൻസിൻ്റെ കണ്ടീഷൻ XC is equal to XL എന്നാണ്. അതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/ω0C ഈക്വൽ ടു ω0L. ഇവിടെ ω0 എന്നത് റെസൊനൻറ്റ് ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പലാണ് ω0. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ω02 is equal to 1/LC. ഈ ഇക്വേഷൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ω0 is equal to 1/√LC. ഇതാണ് റെസൊനൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇവിടെ L എന്നത് ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് ആൻഡ് C എന്നത് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. റെസൊനൻസ് കണ്ടീഷൻ നമുക്ക് കിട്ടിയത് XC is equal to XL എന്നാണ്. ഇപ്പോൾ രണ്ട് റിയാക്റ്റൻസും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് VC is equal to VL എന്ന് പറയാം. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും ഈക്വൽ ആണ്. നമ്മൾ മുന്നേ ഫേസർ ഡയഗ്രാം വരച്ച സമയത്ത് കപ്പാസിറ്ററിലെ വോൾട്ടേജും ഇൻഡക്ടറിലെ വോൾട്ടേജും ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയതുകൊണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ടോട്ടൽ വോൾട്ടേജ് 0 ആണ് കിട്ടുക, VCയുടെയും VLൻ്റെയും. അപ്പോൾ VCയും VLും ക്യാൻസൽ ചെയ്ത് ഔട്ട് ഓഫ് ഫേസിലുള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴാണ് റെസൊനൻസ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു AC സർക്യൂട്ട് റെസൊനൻസ് എന്ന ഫിനോമിനൻ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ബോത്ത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഇൻ ദ സർക്യൂട്ട്. നമ്മളൊരു RC സർക്യൂട്ടോ RL സർക്യൂട്ടോ കൺസിഡർ ചെയ്താൽ RC സർക്യൂട്ടിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു വോൾട്ടേജ് ക്യാൻസലേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റെസൊനൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ വി കനോട്ട് ഹാവ് റെസൊനൻസ് ഇൻ RL ആൻഡ് RC സർക്യൂട്ട്. നമുക്ക് ഇനിയൊരു ഗ്രാഫിക്കൽ വാരിയേഷൻ നോക്കാം. അതായത് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡും ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയും തമ്മിലുള്ള ഒരു ഗ്രാഫ്. ω0 എന്ന ഫ്രീക്വൻസി ദാറ്റ് ഈസ് ദ റെസൊനൻറ്റ് ഫ്രീക്വൻസി. ആ റെസൊനൻറ്റ് ഫ്രീക്വൻസിയിലാണ് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എത്തുന്നത്. ആ കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് IM മാക്സ് എന്ന് വിളിക്കാം, മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഓൺ ഐദർ സൈഡ് ഓഫ് ദിസ് ω0. അതായത് ω0 എന്ന ഫ്രീക്വൻസിയേക്കാളും കുറഞ്ഞാലും അതിനേക്കാളും ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും കറണ്ടിൻ്റെ വാല്യൂ വരുന്നത് ഈ മാക്സിമം വാല്യൂവിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ് നമുക്കൊരു സീരീസ് LCR സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അതിൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ വരുന്നത് 1 മില്ലി ഹെൻറി, കപ്പാസിറ്റൻസ് വരുന്നത് 1 നാനോ ഫാരഡ്. അപ്ലൈ ചെയ്ത സോഴ്സിൻ്റെ പീക്ക് വോൾട്ടേജ് വരുന്നത് 100 വോൾട്ട് ആണ്. നമുക്ക് റെസൊനൻറ്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ω0 is equal to 1/√LC. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/√of 1 × 10⁻³ ഇൻറ്റു 1 × 10⁻⁹. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 10⁻⁶ റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ്. 10⁻�6 മീൻസ് 1 മെഗാ. ദെൻ വി ക്യാൻ റൈറ്റ് 1 മെഗാ റേഡിയൻ പെർ സെക്കൻഡ്. ഫസ്റ്റ് കേസിൽ നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 100 ഓം ആണ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് 200 ഓം, അതായത് ഡബിൾ വാല്യൂ വരുന്ന റെസിസ്റ്റൻസ് എടുക്കുന്നു. ആദ്യത്തെ കേസിൽ കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് IM is equal to VM/R. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. റെസിസ്റ്റൻസ് 200 ഓം ആണ്. ദെൻ കറണ്ട് വരുന്നത് VM/R is equal to 100/200 ദാറ്റ്സ് ഈക്വൽ ടു 0.5 ആംപിയർ. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡബിൾ ആക്കിയപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് നമുക്ക് ലഭിച്ചത് അതിൻ്റെ ജസ്റ്റ് ഹാഫ് വാല്യൂ ആണ്, അതായത് 0.5 ആംപിയർ ആണ് ലഭിച്ചത്. ഇത് രണ്ടും നമുക്ക് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് കേസ് റെസിസ്റ്റൻസ് 100 ഓം വരുന്ന സമയത്തെ ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആംഗുലർ ഫ്രീക്വൻസി അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്ന ω0, അതായത് റെസൊനൻറ്റ് ഫ്രീക്വൻസി 1 മെഗാ റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ സമയത്തെ കറണ്ട് മാക്സിമം വാല്യൂ വരുന്നത് 1 ആംപിയർ എന്നാണ്. ഇതേ ഗ്രാഫിൽ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് R is equal to 200 വരുന്ന സമയത്തെ ഗ്രാഫ്
പ്ലോട്ട് ചെയ്തിരിക്കുന്നു. അവിടെ കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് 0.5 ആംപിയർ എന്നാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പീക്ക് വാല്യൂ, അതായത് കറണ്ട് മാക്സിമം വാല്യൂ വരുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സ്മോളർ ആയിട്ടുള്ള ആ സീരീസ് LCR സർക്യൂട്ടിലാണ്. അതുപോലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹയർ ആയിട്ടുള്ള, അതായത് 200 ഓം വരുന്ന ആ സീരീസ് LCR സർക്യൂട്ടിൽ ആ മാക്സിമം കറണ്ട് വന്നത് ലോ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു സീരീസ് LCR സർക്യൂട്ട് അറ്റ് റെസൊനൻസ് കണ്ടീഷനിലായിരിക്കുന്ന സമയത്ത് അതിലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ പീക്ക് കറണ്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ തിരിച്ചും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ആ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും കാണാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സീരീസ് LCR സർക്യൂട്ടിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ദാറ്റ് ഈസ് ട്യൂണിങ് ഓഫ് റേഡിയോ ഓർ ടെലിവിഷൻ സെറ്റ്. ഇപ്പോൾ ട്യൂണിങ്ങിൻ്റെ ബിഹൈൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ റെസൊനൻസ് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഈ റേഡിയോയുടെ ആൻറ്റിന ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിഗ്നൽസ് എല്ലാം ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ളതാണ്. ഈ റേഡിയോ ഇൻസൈഡിലുള്ള ട്യൂണിങ് സർക്യൂട്ട്, അതായത് ഒരു സീരീസ് LCR സർക്യൂട്ട്, ആ സീരീസ് LCR സർക്യൂട്ടിൻ്റെ സോഴ്സ് വോൾട്ടേജ് ആയിട്ട് വരുന്നത് ഈ ആൻറ്റിന ക്യാച്ച് ചെയ്ത ഈ ഡിഫറെൻറ്റ് സ്റ്റേഷൻസിൽ നിന്ന് വരുന്ന ഈ സിഗ്നൽസാണ്. ആ സിഗ്നൽസ് എല്ലാം ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഈ LCR സർക്യൂട്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. നമുക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഫോർ എക്സാമ്പിൾ ഒരു 93.5 MHz, ഡിഫറെൻറ്റ് FM സ്റ്റേഷൻസിലെ ഫ്രീക്വൻസീസൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി 93.5 MHz ഫ്രീക്വൻസിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടതെങ്കിൽ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യണം. ഇപ്പോൾ ട്യൂണിങ്ങിൽ ആക്ച്വലി ചെയ്യുന്നത് നമ്മൾ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്യുന്നു. ട്യൂൺ ചെയ്യുന്ന സമയത്ത് ആ നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. റേഡിയോയ്ക്ക് ഇൻസൈഡിലെ ട്യൂണിങ് സർക്യൂട്ട് ഒരു സീരീസ് LCR സർക്യൂട്ടാണ്. ആ സർക്യൂട്ടിലെ റെസൊനൻറ്റ് ഫ്രീക്വൻസി എന്നത് ω0 = 1/√LC ആണ്. അപ്പോൾ ഈ റേഡിയോ നോബ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ω0 = 1/√LC ആണ്. ആ റെസൊനൻറ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അത് ചേഞ്ച് ചെയ്ത് 93.5 MHz ഫ്രീക്വൻസിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ ഫ്രീക്വൻസിയിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നു. ആ സമയത്ത് അപ്ലൈ ചെയ്ത നമുക്ക് ആവശ്യമുള്ള സിഗ്നലിൻ്റെ ഫ്രീക്വൻസി 93.5 MHz ആണ്. ഇവിടെ റെസൊനൻറ്റ് ഫ്രീക്വൻസിയും നമ്മൾ ട്യൂൺ ചെയ്ത് 93.5 MHz ആക്കി. ആ സമയത്ത് രണ്ട് ഫ്രീക്വൻസീസും മാച്ച് ആയതുകൊണ്ട് റെസൊനൻസ് സംഭവിക്കുന്നു. ദെൻ ആ സിഗ്നലിൽ നിന്ന് വരുന്ന കറണ്ട് മാക്സിമം ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നു. ആ റെസൊനൻസ് കണ്ടീഷനിൽ കറണ്ട് മാക്സിമം വരുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നൽസ് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആംഗുലർ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ടും തമ്മിലുള്ള ആ ഗ്രാഫിക്കൽ വാരിയേഷൻ നമുക്കൊന്നുകൂടി നോക്കാം. ω0 എന്ന ഫ്രീക്വൻസി, അതായത് റെസൊനൻറ്റ് ഫ്രീക്വൻസി ടൈമിലാണ് കറണ്ട് അതിൻ്റെ മാക്സിമം വാല്യൂവിൽ വരുന്നത്. ഓൺ ഐദർ സൈഡ് ഓഫ് ദിസ് ω0, അതായത് റെസൊനൻറ്റ് ഫ്രീക്വൻസിയിൽ നിന്ന് ഫ്രീക്വൻസി കുറഞ്ഞാലും ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ IM മാക്സിമത്തിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഒരു കറണ്ട് വാല്യൂ ഫിക്സ് ചെയ്യാണ്. ദാറ്റ് ഈസ് 1/√2 ഓഫ് ദിസ് മാക്സിമം കറണ്ട്, 1/√2 I മാക്സിമം. ആ കറണ്ട് ആയിരിക്കുന്ന സമയത്ത് രണ്ട് ഫ്രീക്വൻസീസ് നമുക്ക് നോക്കാം. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ω2 എന്ന ഒരു ഫ്രീക്വൻസിയിലും അതേപോലെ തന്നെ ω1 എന്ന ഒരു ഫ്രീക്വൻസിയിലും ഈ സെയിം കറണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ω0 എന്നതാണ് റെസൊനൻറ്റ് ഫ്രീക്വൻസി, അതിന് സിമ്മട്രിക് ആയിട്ടാണ് നമുക്ക് ഗ്രാഫ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഫ്രീക്വൻസീസിൽ നമുക്ക് സെയിം കറണ്ട് 1/√2 I മാക്സിമം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് തന്നെ സെലക്ട് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന കറണ്ട് I = 1/√2 I മാക്സിമം ആണ്. ഈ സമയത്ത് പവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പവറിൻ്റെ വാല്യൂ P = I²R ആണ്. ഐയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/√2 I max²R എന്നാണ് വരുന്നത്. 1/√2നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് ലഭിക്കുന്നു. ദാറ്റ് ഈസ് പവർ = 1/2 I maximum² R എന്നാണ് കിട്ടുന്നത്.
അപ്പോൾ മാക്സിമം പവർ വരുന്നത് ഐ മാക്സിമം സ്ക്വയർ ആർ ആണ്. അതിൻ്റെ ജസ്റ്റ് ഹാഫ് പവറാണ് ഈ പർട്ടിക്കുലർ കറണ്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കറണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഗ്രാഫിൽ 1/√2 ഐ മാക്സ് എന്ന കറണ്ട് വരുന്ന സമയത്തെ രണ്ട് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ ഈ ഗ്രാഫിൽ സെലക്ട് ചെയ്തത്. ദാറ്റ് ഈസ് ω1 ആൻഡ് ω2. ഇനി ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ ω0നും ω1നും ഇടയിലുള്ള ആ ഫ്രീക്വൻസി ഡിഫറൻസ് നമുക്ക് ഡെൽറ്റ ഒമേഗ എന്ന് എടുക്കാം. അതുപോലെ തന്നെ ω2നും ω0നും ഇടയിലുള്ള ആ ഫ്രീക്വൻസി ഡിഫറൻസ് അതും ഡെൽറ്റ ഒമേഗ തന്നെയായിരിക്കും. അത് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇപ്രകാരം എഴുതാം: ω1 = ω0 പ്ലസ് ഡെൽറ്റ ഒമേഗ. അതുപോലെ തന്നെ ω2 = ω0 മൈനസ് ഡെൽറ്റ ഒമേഗ. Then we can calculate ω1 minus ω2. Its value will be 2 delta omega. This 2 delta omega is called as bandwidth of this LCR circuit. ഒരു LCR സർക്യൂട്ടിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദാറ്റ് ഈസ് ω1 minus ω2. Its value is 2 delta omega. ഈ ബാൻഡ്വിഡ്ത്ത് മനസ്സിലായാൽ നമുക്കിനി ഷാർപ്പ്നെസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഷാർപ്പ്നെസ് S is equal to ω0 divided by 2 delta omega. That is, sharpness is the ratio of resonant frequency to bandwidth ആണ്. അപ്പോൾ നേരത്തെ ഗ്രാഫും കൂടി കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെൽറ്റ ഒമേഗ എന്ന വാല്യൂ സ്മോളർ ആവുന്നതിനനുസരിച്ച് ഷാർപ്പ്നെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ബാൻഡ്വിഡ്ത്ത് സ്മോളർ ആയിട്ടുള്ള ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഷാർപ്പ്നെസ് വാല്യൂ വളരെ ഹൈ ആയിരിക്കും. ഷാർപ്പ്നെസ് S is equal to ω0 divided by 2 delta omega ആണ്. ഷാർപ്പ്നെസ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇക്വേഷനിൽ ബാൻഡ്വിഡ്ത്ത് 2 ഡെൽറ്റ ഒമേഗ എന്താണെന്ന് നമുക്കറിയണം. അതിന് സീരീസ് LCR സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് Im is equal to Vm divided by √R² plus 1/ωc minus ωL whole square ആണ്. ω1 എന്ന ഫ്രീക്വൻസി വരുന്ന സമയത്ത് കറണ്ട് 1/√of മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ആ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് Im max divided by √2 is equal to Vm divided by √R² plus 1/ω1c minus ω1L whole square. അപ്പോൾ ω1 എന്നാണ് ഫ്രീക്വൻസി നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതുപോലെ തന്നെ ω2 ഫ്രീക്വൻസി വരുന്ന സമയത്തും ഇതേ കറണ്ട് തന്നെയാണ് ലഭിക്കുന്നത്. Then we can write I maximum by √2 is equal to Vm divided by √R² plus 1/ω2c minus ω2L whole square. ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്താൽ അതിൽ നിന്ന് ബാൻഡ്വിഡ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Then we get 2 delta omega is equal to R/L. ബാൻഡ്വിഡ്ത്ത് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ബാൻഡ്വിഡ്ത്ത് അറിയാമെങ്കിൽ ഷാർപ്പ്നെസ് വാല്യൂ ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. ഷാർപ്പ്നെസ് ഈസ് ω0 divided by 2 delta omega ആണ്. അതിൽ 2 delta omega R/L എന്ന് നമ്മൾ കണ്ടുവച്ചു. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ω0 divided by R/L. Then we get ω0 divided by 2 delta omega is equal to ω0 L/R. ω0 L/R എന്നത് it is defined as quality factor of this series LCR circuit. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ Q is equal to ω0 L/R ആണ്. ഈ ഇക്വേഷനിൽ ω0 L എന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. റെസൊനൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ω0 Lന് പകരം 1/ω0c എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ക്വാളിറ്റി ഫാക്ടർ Qന് Q is equal to 1/ω0c R എന്നും നമുക്ക് വാല്യൂ ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ω0/2 delta omega is equal to Q. അതിൽ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ω0/2 delta omega എന്നത് ഷാർപ്പ്നെസ് ആണ്. അപ്പോൾ ഷാർപ്പ്നെസ് വാല്യൂ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ക്വാളിറ്റി ഫാക്ടർ എന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ഷാർപ്പ്നെസ് ആൻഡ് ക്വാളിറ്റി ഫാക്ടർ ആർ ഈക്വൽ. നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ω0/2 delta omega is equal to Q. അതിൽ നിന്നും 2 delta omega അതായത് ബാൻഡ്വിഡ്ത്ത് നമുക്ക് ഇപ്രകാരം എഴുതാം.
2 delta omega is equal to omega naught by q. ഈ ഇക്വേഷനിൽ നിന്നും ക്ലിയർ ആണ്, ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാർജ് ആണെങ്കിൽ 2 delta omega that is bandwidth of circuit will be small. നേരത്തെ നമ്മൾ കണ്ടു ബാൻഡ്വിഡ്ത്ത് സ്മോൾ ആണെങ്കിൽ ഷാർപ്പ്നെസ് ഓഫ് റെസൊനൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ ഒരു ഗുഡ് ക്വാളിറ്റി ട്യൂണിങ് ഇഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ ലാർജ് ആയിരിക്കണം, ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ സർക്യൂട്ട് ഷുഡ് ബി സ്മോൾ ആൻഡ് ഷാർപ്പ്നെസ് ഓഫ് ദ സർക്യൂട്ട് ഷുഡ് ബി ഹൈ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ഇൻ എ സി സർക്യൂട്ട്. അവിടെ ഒരു പുതിയ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ദ പവർ ഫാക്ടർ. നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ എ സി സർക്യൂട്ട്സിലും ജനറലായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് പവർ P is equal to V into I ആണ്. വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് P is equal to Vm sin omega t into Im sin omega t plus phi. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് പവർ ആണ്. നമുക്ക് ഇനി ആവറേജ് പവർ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് P is equal to Vm Im by 2 within angular brackets cos phi minus cos 2 omega t plus phi. ആ ആംഗുലർ ബ്രാക്കറ്റ്സിനകത്തെ വാല്യൂവിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കോസ് ഫൈ എന്നാണ്. ദെൻ വി ക്യാൻ റൈറ്റ് P is equal to Vm Im by 2 into cos phi. 2 എന്നത് √2 into √2 എന്ന് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതി P is equal to Vm by √2 into Im by √2 into cos phi. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമുക്കിനി RMS വാല്യൂസ് ഓഫ് കറണ്ടും വോൾട്ടേജും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്ത് എഴുതിയത്. Vm by √2 എന്നത് V RMS ആണ്, Im by √2 എന്നത് I RMS വാല്യൂ ആണ്. Then we can write average power P is equal to V I cos phi. ഈ ഇക്വേഷനിൽ നിന്നും ക്ലിയർ ആണ്, ഒരു സീരീസ് LCR സർക്യൂട്ടിലെ ആവറേജ് പവർ വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൊസൈൻ ഓഫ് phase difference between voltage and current, that is cos phi. Cos phi is called the power factor. ആ ഇക്വേഷൻ P is equal to I square R cos phi എന്ന് എഴുതാം. ഇവിടെ സീരീസ് LCR സർക്യൂട്ടിൽ Rൻ്റെ വാല്യൂ വരുന്നത് ഇംപിഡൻസ് ദാറ്റ് ഈസ് Z ആണ്. ദെൻ വി ക്യാൻ റൈറ്റ് P is equal to I square Z cos phi. ഓൾസോ പവറിൻ്റെ ഇക്വേഷൻ V square by Z cos phi എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സീരീസ് LCR സർക്യൂട്ടിലെ ഇംപിഡൻസ് ട്രയാങ്കിൾ പഠിച്ചിരുന്നു. ആ ഇംപിഡൻസ് ട്രയാങ്കിളാണിത്. ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഈ പവർ ഫാക്ടർ കോസ് ഫൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോസ് ഫൈ എന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് വരുന്നത്. ഈ ഇംപിഡൻസ് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്നത് R ആണ് ആൻഡ് ഹൈപ്പോട്ട്ന്യൂസ് വരുന്നത് Z ആണ്. ദാറ്റ് ഈസ് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട്. ദെൻ വി ക്യാൻ റൈറ്റ് കോസ് ഫൈ ഇസ് ഈക്വൽ ടു R by Z. അപ്പോൾ പവറിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. P is equal to V I cos phi. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നേ പഠിച്ച എല്ലാ AC സർക്യൂട്ട്സിലെയും പവർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കേസ് 1 റെസിസ്റ്റീവ് സർക്യൂട്ട്. അതായത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു. പവറിൻ്റെ ജനറൽ ഇക്വേഷൻ V I cos phi ആണ്. റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ നേരത്തെ കണ്ടതാണ്, വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഫൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ദെൻ കോസ് ഫൈ ഇസ് ഈക്വൽ ടു കോസ് 0 ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ വാല്യൂ പവറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P ഇസ് ഈക്വൽ ടു V ഇൻറ്റു I എന്ന് കിട്ടി. പവർ ഫാക്ടർ കോസ് ഫൈയുടെ വാല്യൂ മാക്സിമം വാല്യൂ വരുന്നത് 1 ആണ്. ആ മാക്സിമം വാല്യൂ ആണ് ഈ റെസിസ്റ്ററിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്ററിലെ പവർ ഡിസിപ്പേഷൻ P ഇസ് ഈക്വൽ ടു V I എന്നത് ഒരു മാക്സിമം വാല്യൂ ആണ്. ഇനി സെക്കൻഡ് കേസ് നമുക്ക് ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുക്കാം. ഈ രണ്ട് സർക്യൂട്ട്സിലായാലും കറണ്ടിനും വോൾട്ടേജിനും ഇടയിൽ ഫേസ് ഡിഫറൻസ് π/2 റേഡിയൻ അല്ലെങ്കിൽ 90 ഡിഗ്രി ഉണ്ടായിരുന്നു. അതിൽ ഫൈയുടെ വാല്യൂ 90 ആണ്. ദെൻ കോസ് 90 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് P ഇസ് ഈക്വൽ ടു 0. പവർ ഡിസിപ്പേഷൻ ഈസ് 0. അത് നമ്മൾ നേരത്തെ ഈ റിസൾട്ട് കണ്ടതാണ്. ആവറേജ് പവർ ഡിസിപ്പേഷൻ ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആൻഡ് ഓൾസോ ഇൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് 0 എന്നാണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് കേസ് 3 സീരീസ് LCR സർക്യൂട്ട്. ഒരു സീരീസ് LCR സർക്യൂട്ടിൽ കറണ്ടിനും വോൾട്ടേജിനും ഇടയിൽ ഫേസ് ഡിഫറൻസ് 5 വരുന്നുണ്ട്. ആ ഫൈയുടെ വാല്യൂ വാരി ചെയ്തുകൊണ്ടിരിക്കും. പവറിൻ്റെ ഇക്വേഷൻ V I cos phi അല്ലെങ്കിൽ I square Z cos phi എന്നും എഴുതാം.
ഒരു സീരീസ് LCR സർക്യൂട്ട് ആയാലും അവിടുത്തെ ആവറേജ് പവർ ഡിസിപ്പേഷൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് അതിലെ റെസിസ്റ്ററിന് അക്രോസ് മാത്രമാണ്. അവിടെയും ഇൻഡക്ടറിലെയും കപ്പാസിറ്ററിലെയും പവർ ഡിസിപ്പേഷൻ 0 തന്നെയായിരിക്കും. സോ ദ പവർ ഡിസിപ്പേഷൻ ഈസ് ഓൺലി ഇൻ റെസിസ്റ്റർ ഓഫ് സീരീസ് LCR സർക്യൂട്ട്. ഫോർത്ത് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പവർ ഡിസിപ്പേറ്റഡ് അറ്റ് റെസൊനൻസ് ഇൻ LCR സർക്യൂട്ട്. പവർ ഇക്വേഷൻ P is equal to VI cos phi ആണ്. അതിൽ പവർ ഫാക്ടർ cos phi എന്നത് R/Z ആണ്. അറ്റ് റെസൊനൻസ് ദിസ് സെഡിൻ്റെ വാല്യൂ മിനിമം ആകുന്നു, ദാറ്റ് ഈസ് Z is equal to R. Then cos phi is equal to R/R എന്ന് വരും, that is cos phi is equal to 1. Then power is equal to V into I എന്ന് നമുക്ക് കിട്ടുന്നു. Here maximum power is dissipated in the circuit through resistor. ഇവിടെയും ഇൻഡക്ടറിലെയും കപ്പാസിറ്ററിലെയും പവർ ഡിസിപ്പേഷൻ 0 തന്നെയായിരിക്കും. കംപ്ലീറ്റ് പവർ ഡിസിപ്പേഷൻ വരുന്നത് ഈ റെസിസ്റ്ററിന് അക്രോസ് മാത്രമായിരിക്കും. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒരു സീരീസ് LCR സർക്യൂട്ടിലെ റെസൊനൻസ് കണ്ടീഷനാണ് ആദ്യം കണ്ടത്. ഫോർ റെസൊനൻസ് XC is equal to XL. ആ സമയത്ത് ഇമ്പിഡൻസ് സെറ്റ് മിനിമമായി, ദാറ്റ് ഈസ് Z is equal to R. കറണ്ട് മാക്സിമം നമുക്ക് കിട്ടി. റെസൊനൻറ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ω0 is equal to 1/√LC. ഗ്രാഫിക്കൽ വാരിയേഷൻ ഓഫ് ω0 വിത്ത് IM നമ്മൾ വരച്ചു. അപ്പോൾ അതിൽ ω0 എന്ന റെസൊനൻറ്റ് ഫ്രീക്വൻസിയിൽ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുന്നു, IM മാക്സിമം എന്ന് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ബാൻഡ് വിഡ്ത്ത് ഓഫ് എ LCR സർക്യൂട്ട് ω1 - ω2 ദാറ്റ് ഈസ് 2 ഡെൽറ്റ ഒമേഗ എന്ന് കിട്ടി. ദെൻ വി ഡിഫൈൻ ഷാർപ്നെസ്. ബാൻഡ് വിഡ്ത്തിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഷാർപ്നെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഈ ക്വാളിറ്റി ഫാക്ടറും ഷാർപ്നെസ്സും അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ക്വാളിറ്റി ഫാക്ടർ ഇൻക്രീസ് ചെയ്താൽ ബാൻഡ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. വെൻ ബാൻഡ് വിഡ്ത്ത് ഡിക്രീസസ് ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടി. പിന്നീട് നമ്മൾ കണ്ടത് പവർ ഡിസിപ്പേഷൻ ഇൻ എ LCR സർക്യൂട്ടാണ്. പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് P is equal to VI cos phi ആണ്. അപ്പോൾ പവർ വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, cos phi എന്ന പവർ ഫാക്ടർ ടേമിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പവറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച AC സർക്യൂട്ട്സിലെ പവറിൻ്റെ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു അസൈൻമെൻറ്റ് തരുന്നു. എ സിനുസോയിഡൽ വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ 283 വോൾട്ട് ആൻഡ് ഫ്രീക്വൻസി 50 ഹെർട്സ് ഈസ് അപ്ലൈഡ് ടു എ സീരീസ് LCR സർക്യൂട്ട് ഇൻ വിച്ച് R is equal to 3 ohm, L is equal to 25.48 millihenry and C is equal to 796 microfarad. Find the impedance of the circuit. Then the phase difference between the voltage across the source and the current. And then the power dissipated in the circuit and the power factor. Assignment എല്ലാവരും ചെയ്ത് നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.